സ്വാഗതം. സീക്രട്ട് വിസ്ഡമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട 8 പ്രധാനപ്പെട്ട ചാണക്യ നീതികളെക്കുറിച്ചാണ്. ഈ നിയമങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുക മാത്രമല്ല, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളെയും വിമർശകരെയും നിഷ്പ്രഭരാക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ലോകം നിങ്ങളെ വീഴുന്നത് കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ചിന്തകളേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങളുടെ ശക്തിയെന്ന് തെളിയിച്ചു കൊടുക്കുക. നിങ്ങൾ തനിച്ചാണെന്നും തകർന്നുപോയെന്നും തോന്നുന്ന നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ പുതിയൊരു തുടക്കത്തിനുള്ള അവസരം. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത്. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ചില ദൗർബല്യങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ദൗർബല്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ വേദനകൾ കേൾക്കുന്ന എല്ലാവരും നമ്മളെ സഹായിക്കണമെന്നില്ല. ചിലർ അത് കേൾക്കാൻ വേണ്ടി മാത്രം കേൾക്കുന്നു. മറ്റു ചിലർ നിങ്ങളുടെ ഈ ദൗർബല്യങ്ങളെ ഒരവസരമായി കണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. ചാണക്യൻ പറയുന്നത്, ഒരു രാജാവോ നേതാവോ തന്റെ ദൗർബല്യങ്ങൾ ഒരിക്കലും പുറത്തു കാണിക്കരുത് എന്നാണ്. അങ്ങനെ ചെയ്യുന്നത് ശത്രുവിന് നിങ്ങളെ തകർക്കാനുള്ള ഒരു ക്ഷണക്കത്ത് നൽകുന്നതുപോലെയാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ഭയമായിരിക്കും. എല്ലാവരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിശ്വസ്തരായവരോട് മാത്രം പങ്കുവയ്ക്കുക. നിങ്ങളുടെ വേദനകളെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ ലോകം നിങ്ങളെ ഒരു കരുത്തനായ മനുഷ്യനായി കാണാൻ തുടങ്ങും. ലോകം നിങ്ങളെ വീണവനായി കാണുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. ചിലപ്പോൾ ജീവിതം നിങ്ങളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞേക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ടതായും സ്വപ്നങ്ങൾ മങ്ങിയതായും തോന്നും. ആ നിമിഷം ചിലർ തോറ്റു പിന്മാറും. എന്നാൽ ചിലർ അവിടെ നിന്ന് ചരിത്രം കുറിക്കും. നിങ്ങൾ വീഴുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചേക്കാം. എന്നാൽ വീഴുന്നത് ഒരു കുറ്റമല്ല. ലോകത്തെ വലിയ വിജയികളെല്ലാം എപ്പോഴെങ്കിലും പരാജയപ്പെട്ടവരാണ്. വ്യത്യാസമെന്തെന്നാൽ അവർ ആ വീഴ്ചയെ തങ്ങളുടെ അന്ത്യമായി കണ്ടില്ല, മറിച്ച് കരുത്തുറ്റ തിരിച്ചുവരവിനുള്ള ഒരു വഴിത്തിരിവായി കണ്ടു. രാഹുൽ എന്ന യുവാവിന്റെ കഥ നോക്കൂ. പിതാവിന്റെ മരണശേഷം എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് ചായക്കട തുടങ്ങേണ്ടി വന്നപ്പോൾ ലോകം അവനെ പരിഹസിച്ചു. എന്നാൽ താൻ വീണിട്ടില്ലെന്നും പറന്നുയരാൻ തയ്യാറെടുക്കുകയാണെന്നും അവൻ വിശ്വസിച്ചു. ഇന്ന് അവൻ ടീ എക്സ്പ്രസ് എന്ന വലിയ ബ്രാൻഡിന്റെ ഉടമയാണ്. നിങ്ങളുടെ വീഴ്ചയിൽ മറ്റുള്ളവർ കൈയടിക്കുമ്പോൾ ആ ശബ്ദം നിങ്ങളുടെ ആവേശമാക്കി മാറ്റുക. ദേഷ്യത്തിലോ വേദനയിലോ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന ഒന്നും സംസാരിക്കരുത്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴോ ചതിക്കുമ്പോഴോ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ആ നിമിഷം അവർക്ക് മറുപടി നൽകാനും അവരെ താഴ്ത്തിക്കെട്ടാനും തോന്നും. എന്നാൽ ആ നിമിഷം സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ കരിയറിനെയും ബന്ധങ്ങളെയും എന്നേക്കുമായി തകർത്തേക്കാം. മൗനം പാലിക്കുന്നത് തോൽവിയല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുന്നതിലെ വിജയമാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ക്രോധത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ യോദ്ധാവ് എന്ന്. ദേഷ്യം ബുദ്ധിയെ അന്ധമാക്കുന്നു. ദീപക് എന്ന യുവാവ് തന്റെ കാമുകിയും ബോസും തമ്മിലുള്ള ബന്ധമറിഞ്ഞപ്പോൾ ദേഷ്യത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുകയും ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ എല്ലാം തുറന്നെഴുതി. എന്നാൽ പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു, ആ ദേഷ്യം തന്റെ ഭാവിയാണ് നശിപ്പിച്ചത് എന്ന്. വാക്കുകൾ വാളിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, നിങ്ങൾ പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണോ എന്ന്. നിങ്ങളെ തകർക്കുന്നത് തന്നെയാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നതും. ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലാണ് വെളിച്ചത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് സ്വയം തകരുമ്പോഴാണ് അതൊരു മരമായി വളരുന്നത്. അതുപോലെ മനുഷ്യനും വേദനകളിലൂടെ കടന്നുപോകുമ്പോഴാണ് അവന്റെ യഥാർത്ഥ കരുത്ത് പുറത്തുവരുന്നത്. തീയിൽ വെന്തുരുകാതെ ഇരുമ്പ് മൂർച്ചയുള്ളതാകില്ല. കഠിനമായ സമ്മർദ്ദം അനുഭവിക്കാതെ കല്ല് വജ്രമാകില്ല. മുകുൾ എന്ന യുവാവ് തന്റെ പ്രണയിനി അവനെ ഉപേക്ഷിച്ചു പോയപ്പോൾ തകർന്നുപോയി. എന്നാൽ ആ വേദനയിൽ നിന്ന് അവൻ സ്വയം മാറാൻ തീരുമാനിച്ചു. അവൻ ഡിജിറ്റൽ സ്കില്ലുകൾ പഠിക്കുകയും സ്വന്തമായി ഒരു കമ്പനി കെട്ടിപ്പടുക്കുകയും ചെയ്തു. നിങ്ങളെ തകർക്കുന്ന സാഹചര്യങ്ങളെ നിങ്ങളെ കൂടുതൽ കരുത്തനാക്കി മാറ്റാനുള്ള അവസരമായി കാണുക. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല. ചിലർ നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ എല്ലാ കല്ലുകൾക്കും മറുപടി നൽകാൻ നിന്നാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. പലപ്പോഴും മൗനമാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ വിജയം കൊണ്ടാണ് വിമർശകർക്ക് മറുപടി നൽകേണ്ടത്. നേഹ എന്ന പെൺകുട്ടി തന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ പലരും പരിഹസിച്ചു. അവൾ ഒന്നിനും മറുപടി നൽകാൻ പോയില്ല. പകരം കഠിനാധ്വാനം ചെയ്തു. 2 വർഷത്തിനു ശേഷം അതേ കമ്പനി അവളുടെ സ്റ്റാർട്ടപ്പ് കോടികൾക്ക് വാങ്ങാൻ തയ്യാറായി വന്നു. മൗനമായി മുന്നേറുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. ഓരോ പരാജയത്തിലും ഒരു പാഠമുണ്ട്.
പരാജയമെന്നാൽ അന്ത്യമല്ല. ഓരോ പരാജയവും ഒരു മുന്നറിയിപ്പാണ്, ഒരു പാഠമാണ്. വിജയം നിങ്ങളെ അഹങ്കാരിയാക്കിയേക്കാം, എന്നാൽ പരാജയം നിങ്ങളെ കൂടുതൽ കരുത്തനും വിവേകിയുമാക്കുന്നു. ആദ്യത്തെ 3 തവണ UPSC പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ തകർന്നുപോയി. എന്നാൽ 4ാം തവണ തന്റെ തെറ്റുകൾ വിശകലനം ചെയ്ത് അവൻ പഠിച്ചു. ഇന്ന് അവൻ ഒരു IAS ഓഫീസറാണ്. പരാജയം നിങ്ങളെ തടയാനല്ല, മറിച്ച് നിങ്ങളെ തയ്യാറാക്കാനാണ് വരുന്നത്. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരുടെ വിജയവും ജീവിതവും കണ്ട് നിങ്ങളെ കുറച്ച് കാണരുത്. സോഷ്യൽ മീഡിയയിലെ തിളക്കം കണ്ട് നിങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് കരുതരുത്. ഓരോരുത്തരുടെയും ജീവിതകഥയും സമയവും വ്യത്യസ്തമാണ്. മായ എന്ന പെൺകുട്ടി മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ കഴിവുകൾ മറന്നുപോയി. എന്നാൽ പിന്നീട് അവൾ സ്വന്തം വഴി കണ്ടെത്തി വിജയിച്ചു. താരതമ്യം നിങ്ങളുടെ ആത്മവിശ്വാസം കവർന്നെടുക്കുന്ന കള്ളനാണ്. നിങ്ങളുടെ പാത നിങ്ങളുടേത് മാത്രമാണ്. അതിന്റെ തിളക്കവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. സ്വയം ബഹുമാനിക്കുക, അല്ലെങ്കിൽ ലോകം നിങ്ങളെ തള്ളിക്കളയും. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെയേ ലോകം നിങ്ങളെ കാണൂ. നിങ്ങൾ നിങ്ങളെ വിലകുറഞ്ഞവനായി കണ്ടാൽ ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കും. ശക്തിയുള്ളവരുടെ മുന്നിൽ മാത്രമേ ലോകം തലകുനിക്കൂ. എപ്പോഴും വിനയം കാണിക്കുന്നതും ക്ഷമ ചോദിക്കുന്നതും നിങ്ങളെ ഒരു ഓപ്ഷൻ മാത്രമായി മാറ്റും. രാഘവ് എന്ന മിടുക്കനായ യുവാവ് മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും വിട്ടുവീഴ്ച ചെയ്തു. എന്നാൽ ആരും അവനെ ബഹുമാനിച്ചില്ല. അവൻ തന്റെ മൂല്യം തിരിച്ചറിഞ്ഞ ദിവസം മുതൽ ലോകം അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വീഴുമ്പോൾ സ്വയം എഴുന്നേൽക്കുക. അതാണ് യഥാർത്ഥ ആത്മാഭിമാനം. സുഹൃത്തുക്കളെ, ഈ 8 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.